നമസ്തേ. സ്പോക്കൺ ഹിന്ദി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു ബർത്ത്ഡേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന സംഭാഷണങ്ങൾ ഹിന്ദിയിൽ സംസാരിക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. അമ്മ മകളോട് ചോദിക്കുവാണ്, സുരേഷ് ഇതുവരെ തിരിച്ചു വന്നില്ലേ? സുരേഷ് അഭി തക് നഹി ലൗട്ടാ ഹെ. സുരേഷ് അഭി തക് ഇതുവരെ നഹി ലൗട്ടാ ഹെ തിരിച്ചു വന്നില്ലേ. സുരേഷ് ഇതുവരെ തിരിച്ചു വന്നില്ലേ എങ്ങനെ ചോദിക്കാം? സുരേഷ് അഭി തക് നഹി ലൗട്ടാ ഹെ. സുരേഷ് അഭി തക് നഹി ലൗട്ടാ ഹെ. ദേർ ഹോ രഹി ഹെ എന്ന് പറഞ്ഞാൽ ലേറ്റ് ആവുകയാണ്. അമ്മ പറയുകയാണ്, ഇതുവരെ അവൻ തിരിച്ചു വന്നില്ലേ, ലേറ്റ് ആവുകയാണ് പോവാൻ, അതാണ് ഉദ്ദേശിക്കുന്നത്. ദേർ ഹോ രഹി ഹെ ലേറ്റ് ആവുകയാണ് അല്ലെങ്കിൽ താമസിക്കുകയാണ് പോകുന്നതിന്. ദേർ ഹോ രഹി ഹെ. അപ്പോൾ മകൾ ഉത്തരം പറയുകയാണ്, ഇപ്പോൾ വരും. അഭി ആ ജായക. ഇപ്പോൾ അഭി ആ ജായക വരും. അഭി ആ ജായക. ടെൻഷൻ മത്ലോ, ടെൻഷൻ എടുക്കണ്ട. ടെൻഷൻ മത്ലോ എന്ന് പറഞ്ഞാൽ ടെൻഷൻ എടുക്കണ്ട, ഇപ്പോൾ വരും. അഭി ആ ജായക. അവൻ എവിടെ പോയിരിക്കുകയാണ്? അമ്മ ചോദിക്കുക. വഹ് കഹാം ഗയാ ഹേ. വഹ് എന്ന് പറഞ്ഞാൽ അവൻ. കഹാം ഗയാ ഹേ എവിടെ പോയിരിക്കുകയാണ്. വഹ് കഹാം ഗയാ ഹേ അവൻ എവിടെ പോയിരിക്കുകയാണ്. അപ്പോൾ മകൾ പറയുകയാണ്, രമയ്ക്ക്, രമയുടെയാണ് ബർത്ത്ഡേ, രമയ്ക്ക് വേണ്ടി സമ്മാനം വാങ്ങിക്കാൻ വെളിയിൽ പോയിരിക്കുകയാണ്. രമയ്ക്ക് വേണ്ടി എന്നങ്ങനെ പറയും. രമാ കേലിയെ. കേലിയെ എന്ന് പറഞ്ഞാൽ വേണ്ടി. രമാ കേലിയെ. സമ്മാനം എന്നുള്ളതിന് ഉപഹാർ. ഉപഹാർ അല്ലെ ഭേണ്ടെന്നും പറയാം. ഉപഹാർ വാങ്ങിക്കാൻ ലേനെ വെളിയിൽ പോയിരിക്കുകയാണ്. ബാഹർ ഗയാഹേ വെളിയിൽ പോയിരിക്കുകയാണെന്നുള്ളതിന് ബാഹർ ഗയാഹേ. അപ്പം എങ്ങനെ പറയും? രമാ കേലിയെ രമയ്ക്ക് വേണ്ടി, ഉപഹാർ ലേനെ സമ്മാനം വാങ്ങിക്കാൻ വെളിയിൽ പോയിരിക്കുകയാണ്. ബാഹർ ഗയാഹേ. രമാ കേലിയെ ഉപഹാർ ലേനെ ബാഹർ ഗയാഹേ. രമയ്ക്ക് വേണ്ടി സമ്മാനം വാങ്ങിക്കാൻ വെളിയിൽ പോയിരിക്കുകയാണ്. രമാ കേലിയെ ഉപഹാർ ലേനെ ബാഹർ ഗയാഹേ. അപ്പോൾ അമ്മ ചോദിക്കുവാണ്, ഈ ജോലി നേരത്തെ ഓർത്തില്ലേ? നമ്മൾ ചോദിക്കത്തില്ലേ, ഇത് ഇപ്പോഴാണോ ഓർക്കുന്നത്, നേരത്തെ ഓർത്തില്ലേ എന്ന് ചോദിക്കുക. ഈ ജോലി നേരത്തെ ഓർത്തില്ലേ സമ്മാനം വാങ്ങിക്കണം എന്നുള്ളത്? അതെങ്ങനെ ചോദിക്കാം? ഏക്കാം പഹലേ നഹി സൂജ. ഏക്കാം പഹലേ നഹി സൂജ. സൂജ എന്ന് പറഞ്ഞാൽ ഓർത്തില്ലേ, തോന്നിയില്ലേ. ഏക്കാം പഹലേ നഹി സൂജ. അപ്പോൾ മകൾ പറയുകയാണ്, ഇന്നലെ ഞങ്ങൾക്ക് രമയ്ക്ക് പറ്റിയതൊന്നും കിട്ടിയില്ല. ഇന്നലെ എന്നുള്ളതിന് കൽ. ഞങ്ങൾക്ക് ഹമേ. രമയ്ക്ക് പറ്റിയതെന്ന് പറഞ്ഞാൽ രമാക്കെ ലായക്. ലായക് എന്ന് പറഞ്ഞാൽ പറ്റിയത്. കുച്ച് മിലാ നഹി ഒന്നും കിട്ടിയില്ല. കൽ ഹമേ രമാക്കെ ലായക് കുച്ച് മിലാ നഹി. ഇന്നലെ ഞങ്ങൾക്ക് രമയ്ക്ക് പറ്റിയതൊന്നും കിട്ടിയില്ല. കൽ ഹമേ ഇന്നലെ ഞങ്ങൾക്ക് രമാക്കെ ലായക് രമയ്ക്ക് പറ്റിയത് ഒന്നും കിട്ടിയില്ല. കുച്ച് മിലാ നഹി. കൽ ഹമേ രമാക്കെ ലായക് കുച്ച് മിലാ നഹി. ഇന്നലെ ഞങ്ങൾക്ക് രമയ്ക്ക് പറ്റിയതൊന്നും കിട്ടിയില്ല. അപ്പോൾ അമ്മ ചോദിക്കുകയാണ്, പിന്നെ നിങ്ങൾ അവൾക്ക് എന്ത് സമ്മാനമാണ് കൊടുക്കാൻ വിചാരിച്ചിരിക്കുന്നത്? പിന്നെ എന്നുള്ളതിന് ഫിർ. പിന്നെ എന്നുള്ളതിന് ഫിർ. നിങ്ങൾ, തും. അത് നമ്മൾ സെൻറ്റൻസിൻ്റെ ഇതിൽ തുമ്നെ എന്ന് പറയും. അവൾക്ക് ഉസേ. അവൾക്ക് എന്നുള്ളതിന് ഉസേ. എന്ത് സമ്മാനം? ക്യാ ഉപഹാർ. എന്ത് സമ്മാനം എന്നുള്ളതിന് ക്യാ ഉപഹാർ. ആണ് കൊടുക്കാൻ വിചാരിച്ചിരിക്കുന്നത്. കൊടുക്കുക എന്നുള്ളതിന് ദേന. അപ്പോൾ ദേനേക്ക സോച്ചാഹേ. സോച്ചാഹേ എന്ന് പറയുന്നത് വിചാരിച്ചിട്ടുള്ളത്. ഫിർ തുമ്നെ പിന്നെ നിങ്ങൾ, ഉസേ അവൾക്ക്, ക്യാ ഉപഹാർ എന്ത് സമ്മാനം, ദേനേക്ക സോച്ചാഹേ കൊടുക്കാൻ വിചാരിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ വിചാരിച്ചിരിക്കുന്നത്. പിന്നെ നിങ്ങൾ അവൾക്ക് എന്ത് സമ്മാനമാണ് കൊടുക്കാൻ വിചാരിച്ചിരിക്കുന്നത്? ഫിർ തുമ്നെ ഉസേ ക്യാ ഉപഹാർ ദേനേക്ക സോച്ചാഹേ. ദേനേക്ക സോച്ചാഹേ എന്ന് പറഞ്ഞാൽ കൊടുക്കാൻ വിചാരിച്ചിട്ടുള്ളത്. ഫിർ തുമ്നെ ഉസേ ക്യാ ഉപഹാർ ദേനേക്ക സോച്ചാഹേ. ഇതിങ്ങനെ എൻ്റെ കൂടെ തന്നെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണം. 3-4 പ്രാവശ്യം പറയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി അത് വായിൽ വരും. അപ്പോൾ മകൾ പറയുകയാണ്, പ്രയോജനമുള്ള എന്തെങ്കിലും. പ്രയോജനമുള്ള എന്നുള്ളതിന് കാം കാ എന്ന് പറയും ഹിന്ദിയിൽ. കാം കാ ചീസ്. പ്രയോജനമുള്ള എന്തെങ്കിലും സാധനം. കാം കാ ചീസ് കുച്ച്. എന്തെങ്കിലും പ്രയോജനമുള്ള സാധനം എന്ന് പറയാനായിട്ട് കാം കാ ചീസ്. കാം കാ ചീസ് എന്ന് പറഞ്ഞാൽ പ്രയോജനമുള്ള സാധനം. എന്തെങ്കിലും എന്നുള്ള കുച്ച്.
കാം കാ ചീസ് കുച്ച്, പ്രയോജനമുള്ള എന്തെങ്കിലും സാധനം കൊടുക്കണമെന്നാണ് വിചാരിക്കുന്നത്, അതാണ് പറഞ്ഞത്. അത് ഷോർട്ടിൽ പറയുന്നതാണ്. കാം കാ ചീസ് കുച്ച്, പ്രയോജനമുള്ള എന്തെങ്കിലും ഒരു സാധനം. അപ്പോൾ അമ്മ പറയുകയാണ്, ശരി, വേഗമാകട്ടെ. ടീക്ക്, ശരി എന്ന് പറഞ്ഞാൽ ഓക്കെ നമ്മൾ പറയത്തില്ലേ, ടീക്ക്. അഭി ജൽദി കറോ, ഇനി വേഗമാകട്ടെ. അഭി ജൽദി കറോ, വേഗമാകട്ടെ. അമ്മ പറയുകയാണ്, സമയത്ത് ചെന്നില്ലെങ്കിൽ രമയ്ക്ക് വിഷമം തോന്നും. സമയത്ത് എന്നുള്ളതിന് സമയപ്പർ, സമയത്ത് സമയപ്പർ. ചെന്നില്ലെങ്കിൽ അല്ലെങ്കിൽ എത്തിയില്ലെങ്കിൽ നഹി പഹൂഞ്ചേ തോ, ചെന്നില്ലെങ്കിൽ അല്ലെങ്കിൽ എത്തിയില്ലെങ്കിൽ എന്നുള്ള അർത്ഥമാണ്. നഹി പഹൂഞ്ചേ തോ രമാക്കോ ബുരാ ലഗേഗ, രമയ്ക്ക് വിഷമം തോന്നും. ബുരാ ലഗേഗ എന്ന് പറഞ്ഞാൽ വിഷമം തോന്നും. ബുരാ ലഗേഗ, വിഷമം തോന്നും. സമയപ്പർ നഹി പഹൂഞ്ചേ തോ, സമയത്തിന് എത്തിയില്ലെങ്കിൽ രമാക്കോ ബുരാ ലഗേഗ, രമയ്ക്ക് വിഷമം തോന്നും. അതായത് ബർത്ത്ഡേയുടെ കറക്റ്റ് സമയത്ത് എത്തിയില്ലെങ്കിൽ രമയ്ക്ക് വിഷമം തോന്നും. അതെങ്ങനെ പറയും? സമയപ്പർ നഹി പഹൂഞ്ചേ തോ രമാക്കോ ബുരാ ലഗേഗ. അപ്പോൾ മകൾ പറയുകയാണ്, വെളിയിൽ പോയിരുന്ന സുരേഷ് വന്നു, ഞങ്ങളിപ്പോൾ പോവുകയാണ്, അല്ലെങ്കിൽ ഞങ്ങൾ പോകുന്നു. സുരേഷ് ആ ഗയാ ഹേ, സുരേഷ് എത്തിയിട്ടുണ്ട്. സുരേഷ് ആ ഗയാ ഹേ, എത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ വന്നിട്ടുണ്ട്. ഹം ജാത്തേ ഹേ, ഞങ്ങൾ പോകുന്നു, അല്ലെങ്കിൽ ഹം ചൽത്തേ ഹേ എന്നും പറയും. നമ്മൾ ഹിന്ദിയിൽ സംസാരിക്കുമ്പോൾ ലോക്കൽ ലാംഗ്വേജിൽ ഹം ചൽത്തേ ഹേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞങ്ങൾ പോകുന്നു എന്നാണ്, അല്ലെങ്കിൽ ഞങ്ങൾ നടക്കുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോകുന്നു. ഹം ജാത്തേ ഹേ അല്ലെങ്കിൽ ഹം ചൽത്തേ ഹേ. അപ്പോൾ സുരേഷ് വന്നിട്ടുണ്ട്, അല്ലെ സുരേഷ് എത്തി, എങ്ങനെ പറയും? സുരേഷ് ആ ഗയാ ഹേ, പോയിട്ട് വന്നു, അതാണ് സുരേഷ് ആ ഗയാ ഹേ. ഹം ജാത്തേ ഹേ അല്ലെങ്കിൽ ഹം ചൽത്തേ ഹേ. ഇനി രമാക്കെ ഘർ എന്ന് പറഞ്ഞാൽ രമയുടെ വീട്ടിൽ. രമയുടെ വീട്ടിൽ എത്തിക്കഴിയുമ്പം അവരെന്ത് പറയും? ജന്മദിന ആശംസകൾ. അതെങ്ങനെ പറയും? ജന്മദിൻ മുബാറക് ഹോ, ജന്മദിൻ മുബാറക് ഹോ, ആശംസകൾ പറയുവാണ്. ജന്മദിൻ മുബാറക് ഹോ. എന്നിട്ട് അവരോട് പറയാണ്, ഇന്ന് വളരെ സുന്ദരിയായിട്ടുണ്ട്. അതെങ്ങനെ പറയും? ആജ് ബഹുത് സുന്ദർ ലഗ് രഹി ഹേ, സുന്ദരിയായിട്ട് തോന്നുന്നുണ്ട്, അതാണ് ആജ് ബഹുത് സുന്ദർ ലഗ് രഹി ഹേ, സുന്ദരിയായിട്ട് തോന്നുന്നു. ആജ് ബഹുത് സുന്ദർ ലഗ് രഹി ഹേ, ഇന്ന് വളരെ സുന്ദരിയായിട്ടുണ്ട് അല്ലെങ്കിൽ സുന്ദരിയായി തോന്നുന്നുണ്ട്. ആജ് ബഹുത് സുന്ദർ ലഗ് രഹി ഹേ. അതിന് മറുപടിയായിട്ട് രമ എന്തു പറയും? നന്ദി, അതായത് ധന്യവാദ്, ഹിന്ദിയിൽ ധന്യവാദ് എന്ന് പറയും. ഇതാണ് നിൻ്റെ ഗിഫ്റ്റ്, സ്വയം തന്നെ തുറന്നു നോക്കൂ. അവർ പറയുക, ഏ ഹേ തുമാരാ ഗിഫ്റ്റ്, ഏഹ് ഹേ തുമാരാ ഗിഫ്റ്റ്, ഇതാണ് നിൻ്റെ ഗിഫ്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ഗിഫ്റ്റ്. ഖുദ് ഹി ഖോൽക്കർ ദേഖോ എന്ന് പറഞ്ഞാൽ, ഖുദ് ഹി എന്ന് പറഞ്ഞാൽ സ്വയം തന്നെ, ഖുദ് എന്ന് പറഞ്ഞാൽ സ്വയം, സ്വയം തന്നെ എന്നുള്ളതിന് ഖുദ് ഹി. ഖുദ് ഹി ഖോൽക്കർ ദേഖോ, തുറന്നു നോക്കൂ. ഖോൽക്കർ എന്ന് പറഞ്ഞാൽ തുറന്നിട്ട്, തുറന്നു നോക്കൂ. ഖുദ് ഹി ഖോൽക്കർ ദേഖോ, സ്വയം തന്നെ തുറന്നു നോക്കൂ. ഏ ഹേ തുമാരാ ഗിഫ്റ്റ് ഖുദ് ഹി ഖോൽക്കർ ദേഖോ, തന്നെത്താനെ തുറന്നു നോക്കൂ, അല്ലെ സ്വയം തന്നെ തുറന്നു നോക്കൂ. ഖുദ് ഹി ഖോൽക്കർ ദേഖോ. അപ്പോൾ അവർ തുറന്നു നോക്കിയിട്ട് എന്ത് പറയും? എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, നന്ദി എന്നല്ലേ. അപ്പം മുझे बहुत പസന്തായി, ധന്യവാദ്. മുझे बहुत പസന്തായി, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പസന്ത് എന്ന് പറഞ്ഞാൽ ഇഷ്ടം, ബഹുത്ത് വളരെ. മുझे बहुत പസന്തായി, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ധന്യവാദ് എന്ന് പറഞ്ഞാൽ നന്ദി. അപ്പോൾ ഇവർ ചോദിക്കുകയാണ്, മറ്റുള്ളവരൊക്കെ എവിടെയാണ്? ഔർ സബ്ലോ കഹാ ഹേ, മറ്റോ സബ്ലോ എന്ന് പറഞ്ഞാൽ എല്ലാവരും, എല്ലാവരും എവിടെയാണ്? സബ്ലോ കഹാ ഹേ, ഔർ സബ്ലോ കഹാ ഹേ, മറ്റുള്ളവരൊക്കെ എവിടെയാണ്? എല്ലാവരും എവിടെയാണ് എന്ന് ചോദിക്കുക. എല്ലാവരും അകത്ത് കാത്തിരിക്കുകയാണ്. രമ പറയാണ്, എല്ലാവരും അകത്ത് കാത്തിരിക്കുകയാണ്. സബ്ലോ അല്ലെങ്കിൽ സബ് എന്ന് പറഞ്ഞാലും മതി. സബ് അന്തർ ഇന്തജാർ കർ രഹേ ഹേ, പ്രതീക്ഷിച്ചിരിക്കുകയാണ് അല്ലെ കാത്തിരിക്കുകയാണ്. സബ് അന്തർ ഇന്തജാർ കർ രഹേ ഹേ, സബ് അന്തർ ഇന്തജാർ കർ രഹേ ഹേ, എല്ലാവരും അകത്ത് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. നിങ്ങൾ രണ്ടുപേരും അകത്ത് വരൂ, കേക്ക് മുറിക്കാം. തും ദോനോ അന്തറാവോ, തും ദോനോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും, ദോനോ രണ്ടുപേരും. തും ദോനോ അന്തറാവോ, അകത്ത് വരൂ. തും ദോനോ അന്തറാവോ, നിങ്ങൾ രണ്ടുപേരും അകത്ത് വരൂ. കേക്ക് കാട്ടേ ഹേ, കേക്ക് മുറിക്കാം. കേക്ക് കാട്ടേ ഹേ, കാട്ടുക എന്ന് പറഞ്ഞാൽ മുറിക്കുക.
കേക്ക് കാട്ടെ ഹേ, കേക്ക് മുറിക്കാം. അപ്പോൾ അവരെന്ത് പറയും? ശരി, ടീക്ക് ഹേ. ശരി എന്നുള്ളതിന് ടീക്ക് ഹേ. എല്ലാവർക്കും നന്നായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീണ്ടും വീണ്ടും എപ്പോഴും പറയുന്നത് പോലെ നന്നായി പ്രാക്ടീസ് ചെയ്യുക, പറയാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ഒരു ദിവസം നന്നായിട്ട് എല്ലാവർക്കും ഹിന്ദി പറയാൻ പറ്റും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം. കൂടെ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യണം, പഠിക്കാൻ താല്പര്യമുള്ളവർക്ക്. അടുത്ത വീഡിയോയുമായി വേഗം തന്നെ വരുന്നതായിരിക്കും. താങ്ക്